വിളിച്ചിട്ടൊന്നും ഒരു അനക്കമില്ല, വീടെല്ലാം ലോക്കാന്ന് പറഞ്ഞു. പോലീസുകാർ തന്നെ മണ്ടയ്ക്ക് കയറിയിട്ട് ഓടിളക്കി താഴെ ഇറങ്ങി. ഓടിറക്കി അതിൻ്റെ മേളിൽ ഇതുകൊണ്ട് ഈ തട്ടിട്ടുണ്ട് മച്ച് ഇളക്കി അതിനകത്ത് ചാടിയപ്പോഴത്തേന് ഒരു മുറിക്കകത്ത് ഇങ്ങനെ കിടക്കുകയാണ്, അനക്കമില്ല. ഒറ്റയ്ക്ക് താമസിക്കുകയായിരുന്ന വയോധിക വീടിനുള്ളിൽ അബോധാവസ്ഥയിലായി. ഒടുവിൽ പോലീസ് എത്തി വീടിന്റെ ഓടിളക്കി അകത്ത് കിടന്ന ഇവരെ ആശുപത്രിയിൽ എത്തിച്ചു. കോട്ടയം ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷന്റെ പരിധിയിലുള്ള ആർപ്പൂക്കരയിലാണ് ഇത്തരമൊരു സംഭവം ഉണ്ടായത്. ആർപ്പൂക്കര സ്വദേശിനിയും റിട്ടയർഡ് അധ്യാപികയുമായ 80 വയസ്സുകാരിയായ പത്മകുമാരിയാണ് വീടിനുള്ളിൽ അബോധാവസ്ഥയിലായി പോയത്. ഇവരെ പലതവണ വിളിച്ചിട്ടും വീട് തുറക്കാത്ത സാഹചര്യത്തിലാണ് സമീപവാസികൾ ഈ വിവരം പോലീസിനെ അറിയിക്കുന്നത്. ഉടൻ തന്നെ ഗാന്ധിനഗർ പോലീസ് സംഘം ഈ സ്ഥലത്തെത്തി വീട് തുറക്കാൻ ശ്രമിച്ചെങ്കിലും വീട് തുറക്കാൻ സാധിച്ചില്ല. ഈ സാഹചര്യത്തിലാണ് പോലീസ് ഉദ്യോഗസ്ഥർ വീടിന്റെ ഓടിളക്കി അകത്ത് കടക്കുകയും ഈ 80 വയസ്സുകാരിയെ എത്രയും വേഗം ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തത്. ഇന്നലെ ഒരു ഉച്ചയോടുകൂടി ഒരു ആർപ്പൂക്കര ഭാഗത്തുനിന്ന് ഒരു കോൾ വന്നു. അതായത് ഒരു മെമ്പറെ വിളിച്ചു പറഞ്ഞു, അവിടെ ഒരു സ്ത്രീ, നല്ല പ്രായമുള്ളൊരു സ്ത്രീയാണ്, ഒറ്റയ്ക്കാണ് വീട്ടിൽ താമസിക്കുന്നത്. അവർ വീടിനകത്ത് അകപ്പെട്ട് പോയിരിക്കുകയാണ്, വിളിച്ചിട്ടൊന്നും ഒരു അനക്കമില്ല, വീടെല്ലാം ലോക്കാന്ന് പറഞ്ഞു. അമ്പലത്തിൻ്റെ സൈഡിൽ ആർപ്പൂക്കര അവിടെയാണെന്ന് പറഞ്ഞു. ഞങ്ങൾ പെട്ടെന്ന് അവിടെ ചെന്ന് നോക്കിയപ്പോഴത്തേന് വീട് മുഴുവൻ ലോക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം സൈഡും ജനലും എല്ലാം പൂട്ടിയിരിക്കുകയാണ്. അപ്പോൾ ആൾക്കാരും കൂടിയിരിപ്പുണ്ട്. അപ്പം ഒരു ജോലിക്കാരിയുണ്ട്, ജോലിക്കാരി പറഞ്ഞു അമ്മയാണ്, പത്മകുമാരി എന്നാണ് പേര്, 80 വയസ്സ് പ്രായമുണ്ട്, റിട്ടയർഡ് ടീച്ചറാണ്. ഇന്നലെ ഒരു 11:30 ആയപ്പം ഇവിടെ അമ്പലത്തിൽ പോയിട്ട് തിരിച്ചു വന്നതാണ്. അന്നേരം ഇതിനകത്ത് കയറിയതാണ്. പിന്നെ രാവിലെ 11:00 കയറിയതാണ്. പിന്നെ ഒരു വിവരവും ഇല്ല. അപ്പം ഞാൻ പറഞ്ഞു എങ്ങനെയെങ്കിലും തുറക്കാൻ പറഞ്ഞു. തുറക്കാൻ ചാവിയൊക്കെ കയ്യിലുണ്ട്, പക്ഷെ തുറക്കാൻ പറ്റുന്നില്ല. അവസാനം നാട്ടുകാർ 2 പേര് സഹായത്തിന് വന്നു, ഏണി കൊണ്ടുവന്നു. നമ്മുടെ പോലീസുകാർ തന്നെ മണ്ടയ്ക്ക് കയറിയിട്ട് ഓടിളക്കി താഴെ ഇറങ്ങി. ഓടിറക്കി അതിൻ്റെ മേളിൽ ഇതുകൊണ്ട് ഈ തട്ടിട്ടുണ്ട് മച്ച് ഇളക്കി അതിനകത്ത് ചാടിയപ്പോഴത്തേന് ഒരു മുറിക്കകത്ത് മലമെല്ലാം പോയി ഇങ്ങനെ കിടക്കുകയാണ്, അനക്കമില്ല. പക്ഷേ കയറി ചെന്ന് നോക്കിയപ്പോൾ തലയുടെ ഭാഗത്ത് ചെറിയ അനക്കമുണ്ട്. പെട്ടെന്ന് നമ്മൾ പോലീസുകാരെ 2 പേരെ ആംബുലൻസ് പറഞ്ഞു വിട്ടിട്ട് ആംബുലൻസ് വരുത്തി നേരെ അന്നേരം നമ്മൾ തന്നെ കാരിത്താസ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ജോലിക്കാർ പറഞ്ഞു കാരിത്താസിൽ ഇവർക്ക് ട്രീറ്റ്മെൻറ്റ് ഉള്ളതാണ്. അപ്പോൾ അവിടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഡോക്ടർമാർക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും. കാരണം മക്കൾ 3 പേരുണ്ട്. മക്കൾ 3 പേരും വിദേശത്താണ്. 2 പേര് കാനഡയിലും ഒരാൾ ബാംഗ്ലൂരിലും. അപ്പോൾ ആരും ഇല്ല അവിടെ. അപ്പോൾ അവർ പറഞ്ഞു അവിടെ കൊണ്ടുപോയ ഡോക്ടർമാർക്ക് അറിയാം. ഞങ്ങൾ പിന്നെ അവിടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ആൾ രക്ഷപ്പെട്ടു, കുഴപ്പമൊന്നുമില്ല. ഇപ്പം ആ കിടപ്പ് കണ്ടിട്ട് അവർക്ക് ഇതിന് മുമ്പ് ഇങ്ങനെ BP കുറഞ്ഞു പോയിട്ടോ എന്തോ കുഴഞ്ഞു വീണിതുപോലെ മുമ്പ് ബുദ്ധിമുട്ടുണ്ടായിരുന്നു പറഞ്ഞു. നമുക്ക് ഈ മക്കളോടൊക്കെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇത്രയും പ്രായമുള്ള ആൾക്കാർ ഒരു കാരണവശാലും വീട്ടിലിങ്ങനെ ഒറ്റയ്ക്ക് ഇട്ടിട്ട് പോകരുത്. എന്തെങ്കിലും ഒരു സഹായത്തിന് എപ്പോഴും കൂടെ ഉണ്ടായിരുന്നു. കാരണം ഒന്ന് വാതിൽ പോലും തുറക്കാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയി. വാതിൽ തുറക്കാൻ പറ്റുന്നവർക്ക് ഈ ബുദ്ധിമുട്ട് വരത്തില്ല. അങ്ങനെ ഉള്ള ഒരാളെങ്കിലും അവരുടെ കൂടെ നിർത്തിയില്ലെങ്കിൽ നമ്മുടെ ഒരു റിക്വസ്റ്റായിട്ട് കരുതിയിട്ട് എല്ലാവരും അങ്ങനെ ചെയ്യണം എന്നുള്ളതാണ്. കട്ടിൽ താഴെ വീണിട്ട് അത് കട്ടിലിൻ്റെ താഴെയായിട്ട് ഇങ്ങനെ വീണ് കിടക്കുക. അതായത് കട്ടിലിൽ നിന്ന് എഴുന്നേക്കാൻ ശ്രമിച്ചപ്പോഴത്തേന് താഴെ വീണതായിരിക്കാം. കിടക്കുന്ന കണ്ടിട്ട് അങ്ങനെ പോകുന്നത്. മലമൂത്ര വിസർജനം എല്ലാം നടത്തിയിട്ടുണ്ട് കിടക്കുന്നത്. എന്തായാലും ആ സമയത്ത് വിളിച്ചു പറഞ്ഞുകൊണ്ട് നമ്മൾ ചെന്നതുകൊണ്ട് രക്ഷപ്പെടുത്താനായി. അതിൽ വളരെ സന്തോഷമുണ്ട്. കാരണം തിരിച്ചു വന്നപ്പോൾ നമ്മുടെ കൂടെയുള്ള കിഷോർ പറയുകയും ചെയ്തു, സാറേ ഈ കിഷോറൊക്കെ എടുത്തപ്പോഴത്തേന് ഈ മലമൂത്രം ഇതെല്ലാം കഴുകി വൃത്തിയാക്കിയപ്പോഴത്തേന് പറഞ്ഞു, സാറേ എന്ത് പറ്റിയെന്ന് പറഞ്ഞാലും വളരെ സന്തോഷം തോന്നുന്നു. കാരണം ഒരു ജീവൻ രക്ഷിക്കാൻ പറ്റിയില്ല. നമ്മൾ ചെല്ലുമ്പോൾ മരിച്ചാണ് കിടക്കുന്നതെങ്കിൽ നമുക്ക് ഭയങ്കര സങ്കടമാണ്. പക്ഷേ ജീവനോടെ കിട്ടിയതുകൊണ്ട് കൊണ്ടുപോയി രക്ഷപ്പെടുത്താൻ പറ്റിയതുകൊണ്ട് അത് സന്തോഷമാണ്. പ്രദേശത്തെ പഞ്ചായത്ത് അംഗം കൂടിയായ രാജു ആർപ്പൂക്കര നമുക്കൊപ്പം ചേരുകയാണ്. ഇദ്ദേഹവും പോലീസിനൊപ്പം രക്ഷാപ്രവർത്തനത്തിന് ഉണ്ടായിരുന്ന ആളാണ്. എന്നെ ഒരു സുഹൃത്ത് ഏകദേശം ഒരു 11:00 വിളിച്ചറിയിക്കുമായിരുന്നു സംഭവം. ടീച്ചറിനെ ആരും വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ലെന്നാണ് പറഞ്ഞത്. എന്നിട്ട് ഞങ്ങൾ വീട് മൊത്തം നോക്കി എങ്ങനെ അകത്ത് കയറാമെന്ന് നോക്കിയപ്പോൾ സംഭവം സാധിക്കുന്നില്ല. ശേഷം ഞങ്ങൾ ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷൻ അറിയിച്ചു. പോലീസുകാർ വന്നു. പിന്നെ നാട്ടുകാരും കൂടി ഓട് പൊളിച്ച് അകത്ത് കിടന്നുകൊണ്ട് അകത്തെ ആൾ കിടന്നാലും പുറത്തോട്ട് തുറക്കാൻ സാധിച്ചില്ല. ലാസ്റ്റ് കതക് ചവിട്ടി പൊളിച്ചാണ്. ചെന്നപ്പോഴത്തേക്ക് മലമൂത്ര വിസർജനം നടത്തി ടീച്ചർ കിടക്കുമായിരുന്നു. പിന്നെ അത് തുടച്ച് വൃത്തിയാക്കിക്കൊണ്ട് ഞങ്ങൾ ഉടൻ തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി, കാരിത്താസ് ഹോസ്പിറ്റലിലോട്ട്. ഇപ്പം ടീച്ചറിൻ്റെ അവസ്ഥയിൽ നിന്ന് വിളിച്ചാൽ നമ്മൾ ആൾ പ്രതികരിക്കുന്നുണ്ട്, അല്ലാതെ പൂർണ്ണമായും ബോധം തിരിച്ചു കിട്ടിയിട്ടില്ല. കൃത്യസമയത്ത് എത്തിക്കാൻ സാധിച്ചുകൊണ്ടാണ് ഒരു ദുരന്തം ഒഴിവാക്കാൻ സാധിച്ചത്. പത്മകുമാരി ആരോഗ്യസ്ഥിതിയിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നുള്ളതാണ് ആശുപത്രിയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്താണെങ്കിലും വിലപ്പെട്ട ഒരു ജീവൻ രക്ഷിക്കാൻ സാധിച്ചതിൻ്റെ സന്തോഷത്തിലാണ് കോട്ടയം ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ. കോട്ടയത്തു നിന്നും ക്യാമറമാൻ അരുൺ മലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി, ഫോക്കസ് ന്യൂസ് TV.